നമസ്കാരം പ്രേക്ഷകരെ. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, നടൻ മോഹൻലാൽ, ഇരുവർക്കും മാത്രമാണ് കേരളത്തിൽ നിന്ന് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ലാലേട്ടന് ഇന്ത്യ ഒട്ടാകെ തന്നെ വലിയ സ്വീകരണമാണ് കിട്ടിയത്. കഴിഞ്ഞ ദിവസം മലയാളം വാനോളം ലാൽ സലാം എന്ന പരിപാടി സർക്കാർ സംഘടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എത്രയോ പേർ ലാലേട്ടന് ഈ ഒരു ചടങ്ങിനെ കാണാൻ വേണ്ടി എത്തി. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലാലേട്ടനെ ഔദ്യോഗികമായി തന്നെ ഒരു സ്വീകരിക്കുന്ന ഒരു ചടങ്ങും കൂടിയായിരുന്നു ഇത്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകൻ ഈ ചടങ്ങിലെത്തി. അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു വാചകം ഇതാണ്. ആ വാചകം ഞാൻ കൃത്യമായി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വായിക്കാം, അല്ലെങ്കിൽ അത് തെറ്റിപ്പോണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞതെന്നുള്ളത് കൃത്യമായി വായിക്കാം. എനിക്ക് മോഹൻലാലിനൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല, അത് സംഭവിച്ചില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിന് അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ. ദേശീയ തലത്തിൽ അദ്ദേഹത്തിനുള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഓരോ മലയാളിക്കും സ്വന്തം പ്രതിബിംബം മോഹൻലാലിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾ എവിടെ ജീവിക്കുന്നോ അവരുടെ എല്ലാം സ്നേഹപാത്രമായി അദ്ദേഹം മാറിയത്. മോഹൻലാലിന് ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതം ഇനിയും കൂടുതൽ വിജയവും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് അതല്ല. അദ്ദേഹം പറയുന്നത് ഇതാണ്. അതായത് ഏറ്റവും കൂടുതൽ വിമർശനമായി സോഷ്യൽ മീഡിയയിൽ മാറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇനി നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. 2 ദശാബ്ദം മുമ്പ് എനിക്ക് അവാർഡ് ലഭിച്ചപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളോ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് മോഹൻലാലിനെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങൾ എല്ലാവരോടുമൊപ്പം വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എന്നുള്ളതാണ് അടൂരിൻ്റെ വാക്കുകൾ. ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അടൂർ എന്ന സംവിധായകൻ ആത്മാർത്ഥമായി മോഹൻലാലിനെ ആശംസിച്ചതായിരിക്കാം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. എന്നാൽ മറുവിഭാഗം 2 രീതിയിലാണ് മാറുന്നത്. മോഹൻലാലും അടൂർ ഗോപാലകൃഷ്ണനും ഇതുവരെ ഒരു സിനിമ പോലും പ്രവർത്തിച്ചിട്ടില്ല. അതായത് അടൂർ സംവിധാനം ചെയ്തുകൊണ്ട് മോഹൻലാൽ ഇതുവരെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല. അടൂർ സംവിധാനം ചെയ്ത് മമ്മൂക്കയുടെ ഇഷ്ടംപോലെ സിനിമകളുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ പറയാനുള്ള കാരണം 21 വർഷങ്ങളായി. അതായത് 2004 അടൂർ ഗോപാലകൃഷ്ണൻ എന്ന സംവിധായകന് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നത്. 25 ലാലേട്ടൻ ഈ കൊല്ലം കിട്ടുകയും ചെയ്യുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലാലേട്ടൻ്റെ തൊട്ടടുത്തിരുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഞെട്ടുന്നുണ്ടായിരുന്നു. സജി ചെറിയാൻ മോഹൻലാലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലേ? അപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിതുവരെ ഒരു ആദരവും കിട്ടിയിട്ടില്ല. ഞാനാണ് കേരളത്തിലേക്ക് ആദ്യം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം കൊണ്ടുവന്നത്. എനിക്ക് കിട്ടാത്ത ആദരമാണ് മോഹൻലാലിന് കിട്ടുന്നത് എന്നൊരു ധ്വനി ആ പറച്ചിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിനുള്ള മറുപടി, മോഹൻലാലിൻ്റെ പരോക്ഷമായ മറുപടി അതേ വേദിയിൽ വെച്ച് തന്നെ മോഹൻലാൽ കൊടുത്തു എന്നുള്ളതാണ് ഫാൻസിനെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം. ലാലേട്ടൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്നെക്കുറിച്ച് ആദ്യമായല്ല, എന്നെപ്പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റുള്ളവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നതായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി. അതായത് ആദ്യമായി നല്ലത് പറയുക എന്നുള്ള രീതിയിലേക്കും കൂടി മോഹൻലാലിൻ്റെ വാക്കുകൾ മാറുന്നുണ്ട്. അത് കൃത്യമായൊരു മറുപടിയാണ് എന്നതും കൂടി ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴേക്കും അതും കൃത്യമായ രീതിയിൽ തന്നെ അത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫാൻസിൻ്റെ പക്ഷം. എന്തായാലും മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ ഈ ഒരു തർക്കം സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ കറങ്ങുന്നുണ്ട്. അടൂർ പറഞ്ഞത് അസൂയ കൊണ്ടാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് അസൂയയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കണികളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു ലെജൻഡറി ഡയറക്ടർ തന്നെയാണ്. ഇന്ത്യൻ സിനിമയുടെ മുൻപാകെ മലയാള സിനിമയിൽ നിന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന സംവിധായകൻ തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ പോലും അത് കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുത്തത് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലുമുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ വളരെ ഫണ്ണി ആയിട്ട് രീതിയിൽ തന്നെയാണ് അത് ഒരു മറുപടി നൽകിയത് എന്നതും കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ അടൂർ ഗോപാലകൃഷ്ണൻ മോഹൻലാൽ തമ്മിലുള്ള ഈ ഒരു പ്രസംഗ തർക്കം അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം കത്തുന്നുണ്ട്. ആ കത്തലിൻ്റെ ഭാഗമായിട്ട് തന്നെ 2 ചേരികളിലായിട്ട് ചിലർ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നും ചിലർ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, മലയാളികളുടെ 2 അഭിമാനങ്ങൾ തന്നെയാണ്. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പോലെ ഒരു സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയായി കാണപ്പെടുന്ന പുരസ്കാരം മലയാളികളുടെ മുന്നിലേക്ക് നേടിത്തന്ന 2 പുരസ്കാര ജേതാക്കൾ കൂടിയാണ് ഇരുവരും. കലാപരമായിട്ട് ഇരുവരെയും ഇഷ്ടംപോലെ ആളുകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായി ഇങ്ങനത്തെ രീതിയിലുള്ള കമൻസ് വരുന്നത് കൊണ്ട് മാത്രം 2 ചേരികളായി തിരിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സോഷ്യൽ മീഡിയ കത്തുകയാണ് ഇരുവരുടെയും പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട്.